ഹലോ എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും ബ്രീഫ് സമ്മറിയും തീമുമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ട്സ്, ആക്ടിവിറ്റീസ്, സമ്മറി ഒക്കെ കിട്ടണമെങ്കിൽ നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോം നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് ഈ ഒരു ഡെത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഗ്രേറ്റ് ഈക്വലൈസർ ആണ്. അതായത് എല്ലാവരെയും ഒരുപോലെ ആക്കുന്ന, ഒരു ഈക്വൽ ആക്കുന്ന ഒരു ഘടകമാണെന്നാണ് പറയുന്നത്. എത്ര എത്ര തന്നെ പവർഫുൾ ആയിക്കോട്ടെ, റിച്ച് ആയിക്കോട്ടെ, സ്ട്രോങ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇൻ ദി എൻഡ് ഡെത്ത് നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. ഒരു കിങ് ആയിക്കോട്ടെ, ഒരു പുവർ മാൻ ആയിക്കോട്ടെ, രണ്ടും എന്താണ്, ഈക്വൽ ആണ് അറ്റ് ദി എൻഡ്. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. എ ഫിലോസഫിക്കൽ പോം സ്ട്രെസ്സിങ് ദി പവർ ഓഫ് ഡെത്ത്. ഇതൊരു ഫിലോസഫിക്കൽ പോം ആണ്. അത് സ്ട്രെസ് ചെയ്യുന്നത് ഈ ഒരു ഡെത്തിന്റെ പവറാണ്. അതായത് എല്ലാവരും പലതരം ജീവിതമാണ് നയിക്കുന്നത്, എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫാണ്. അതിനെല്ലാത്തിനെയും എന്താണ്, ഒരേപോലെ ആക്കി തീർക്കുന്ന ഒരാളാണ് ഡെത്ത് എന്ന് പറയുന്നത്. ടൈറ്റിൽ തന്നെ എന്താണ്, ലെവലർ എന്നല്ലേ പറയുന്നത്. ഡെത്ത് മേക്സ് ഓൾ പീപ്പിൾ ഈക്വൽ. എല്ലാ ആളുകളെയും എന്താണ്, ഈക്വൽ ആയിട്ടാണ് ആക്കുന്നത്. ആര്, ഡെത്ത് എന്ന് പറയുന്നത്. കിങ്സ്, വാരിയേഴ്സ് ആൻഡ് കോമണേഴ്സ് ഓൾ മീറ്റ് ദി സെയിം എൻഡ്. അത് രാജാവായിക്കോട്ടെ, വാരിയർ ആയിക്കോട്ടെ, കോമണർ ആയിക്കോട്ടെ, ആര് തന്നെ ആയാലും ഈ ഒരു അവരുടെ എൻഡ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. earthly glory, പവർ ആൻഡ് ട്രയംസ് ആർ ടെമ്പററി. അതായത് ഭൂമിയിലുള്ള ഈ ഒരു മഹത്വവും പവറും വിജയങ്ങളും എല്ലാം എന്താണ്, ടെമ്പററി ആണ്. ഇതെല്ലാം താൽക്കാലികം മാത്രമാണ്. ഒന്നും എന്തല്ല, പെർമനന്റ് അല്ല, സ്ഥിരമായിട്ടുള്ള ഒന്നല്ല. റിച്ചസ്, ക്രൗൺസ് ആൻഡ് സ്വേർഡ്സ് കനോട്ട് ഡിഫീറ്റ് ഡെത്ത്. എത്ര പണക്കാരനായിക്കോട്ടെ, പണം ഉണ്ടായിക്കോട്ടെ, കിരീടങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതായത് രാജാവോ പണക്കാരനോ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇനി വാള് വെച്ചിട്ടോ ഒന്നും തന്നെ ഈ ഒരു ഡെത്തിനെ ഡിഫീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല, തോൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഡെത്ത് സ്പെയർസ് നോ വൺ, നെയ്തർ ഹൈ നോർ ലോ. ഡെത്ത് എന്താണ്, ആരെയും വെറുതെ വിടുന്നില്ല. അതിന് എത്ര ഉയരങ്ങളിലുള്ള ആളായിക്കോട്ടെ, എത്ര താഴ്ന്നിട്ടുള്ള ആളായിക്കോട്ടെ. പ്രൗഡ് മെൻ മസ്റ്റ് സറണ്ടർ ടു ദ ഗ്രേവ്. എത്ര പ്രൗഡായിട്ടുള്ള ആളായിക്കോട്ടെ, ഈ ഒരു കല്ലറയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡെത്തിന് എന്ത് ചെയ്യണം, കീഴടങ്ങുക തന്നെ ചെയ്യണം, സറണ്ടർ ചെയ്യുന്ന വേണം എന്നാണ് പറയുന്നത്. വിക്ടറീസ് ഇൻ ബാറ്റിൽ ആർ ഇറേസ്ഡ് ബൈ ഡെത്ത്. അതായത് മരണം കൊണ്ട് എന്താണ്, നമ്മളെ എല്ലാ വിക്ടറീസ്, നമ്മളെ എല്ലാ വിജയങ്ങളും, യുദ്ധത്തിലുള്ള വിജയങ്ങളും, നമ്മളെ ആ ഒരു അഭിമാനവും നമ്മളെ ഫെയിമും എല്ലാം എന്താണ്, ഈ ഒരു ഡെത്ത് എടുക്കും അല്ലെങ്കിൽ എടുത്തു കളയും എന്നാണ് പറയുന്നത്. എത്ര വിജയങ്ങൾ നേടിയാലും അവസാനം മരണം ആ ഒരു മഹത്വം, ആ ഒരു വിജയം എല്ലാം ഇല്ലാതാക്കി വിടും എന്നാണ് പറയുന്നത്. ദ ഗ്രേവ് ഈസ് ദി അൾട്ടിമേറ്റ് കൺകറർ ഓഫ് ഹ്യൂമൻ പ്രൈഡ്. ഈ ഒരു കല്ലറ, ഗ്രേവ്, ശവകുടീരം വെക്കുന്ന അല്ലെ, ശവക്കല്ലറയാണ് എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നത്, അതിജീവിക്കുന്നത്. അതാണ് വിജയിക്കുന്നത് അവിടെ. ഓൺലി നോബിൾ ഡീഡ്സ് ഔട്ട്ലൈവ് ഡെത്ത്സ് പവർ. ഈ ഒരു ഡെത്തിന്റെ ഈ ഒരു പവറിനെ അതിജീവിക്കുന്ന ഒന്നേ ഉള്ളൂ. അതെന്താണ്, അത് നോബിൾ ഡീഡ്സ് ആണ്. അതായത് നല്ല പ്രവർത്തനങ്ങൾ. ഗുഡ് ആക്ഷൻസ് ആൻഡ് വെർച്യൂസ് റിമെയിൻ എറ്റേണൽ. ഈ ഒരു കാര്യം മാത്രമാണ് എറ്റേണൽ ആയി നിൽക്കുന്നത്. ഏതൊരു കാര്യം, ഗുഡ് ആക്ഷൻസ് ആൻഡ് വെർച്യൂസ്, നല്ല പ്രവർത്തനങ്ങളും നല്ല പെരുമാറ്റവും കാര്യങ്ങളും മാത്രമാണ് എറ്റേണൽ ആയിട്ട് നിൽക്കുന്നത്, എല്ലാ കാലത്തും നിലനിൽക്കുന്നതായിട്ടുള്ളത്. പോം യൂസസ് ഇമേജറി ഓഫ് ക്രൗൺ, സൈത്ത് ആൻഡ് ഗ്രേവ്. ഇത്രയും ഇമേജറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ക്രൗൺ കാണിക്കുന്നത് എന്താണ്, ആ ഒരു കിങ്ങിന്റെ അല്ലെങ്കിൽ ആ ഒരു പവർ, പ്രൈഡിന്റെ ഒക്കെ സിമ്പിൾ ആയിട്ടാണ്. സൈത്ത് എന്താണ്, ഫാമേഴ്സിനെ അല്ലെങ്കിൽ കോമൺ പീപ്പിളിനെയാണ് അല്ലെ കാണിക്കുന്നത്, അരിവാള്. ഗ്രേവ് എന്തിനാണ് കാണിക്കുന്നത്, ഡെത്തിനെ. അതായത് എല്ലാ ആളുകളും ഈക്വൽ ആവുന്ന ഡെത്തിനെയാണ് ഗ്രേവ് സിമ്പിളൈസ് ചെയ്യുന്നത്. ദ ടോൺ ഈസ് സോളം, റിഫ്ലക്റ്റീവ് ആൻഡ് മോറലിസ്റ്റിക്. ഇതിന്റെ ഒരു ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ, അല്ല, എന്താണ്, ഭയങ്കര സീരിയസ് ആയിട്ട് അബൌട്ട് ലൈഫ് ആൻഡ് ഡെത്ത് ആണല്ലേ പറയുന്നത്. ഇത് റിഫ്ലക്റ്റീവ് ആണ്, അതായത് നമ്മൾ എന്താണ്, ഡീപ്പായിട്ട് ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലേ നമ്മളെ ഈ ഒരു ഹ്യൂമൻ ലൈഫിനെ പറ്റിയിട്ട്. അതുപോലെ മോറലിസ്റ്റിക്, എന്താണ്, നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്, അതായത് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ടീച്ചേഴ്സ് ദാറ്റ് ഡെത്ത് ഈക്വലൈസസ് ഓൾ ഡിസ്റ്റിങ്ഷൻസ്. എന്താണ് ചെയ്യുന്നത്, എല്ലാ
ത്തിൽ ജീവിക്കുന്ന ആൾക്കാരെയും ഡെത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെയാക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ചു. ഫൈനൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവ് എ വേർച്വസ് ലൈഫ് ആസ് ഓൺലി ഡീഡ്സ് റിമൈൻസ്. അതായത് നമ്മൾ എങ്ങനെ ജീവിച്ചാലും എന്താണ്, നമ്മൾ മരിച്ചു പോകും. ഒന്നിനെയും എന്താണ്, ഹൈ ആയിട്ടോ ലോ ആയിട്ടോ എങ്ങനെ ജീവിച്ചാലും ഡെത്തിനെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. ആകെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഡീഡ്സ് ആണ്, നമ്മളെ ആക്ഷൻസ്, നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നല്ല രീതിക്ക് നല്ല പെരുമാറ്റത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ഈ ഒരു പോം നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടും സമ്മറിയും ആക്ടിവിറ്റീസും എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, നമുക്ക് അത് ക്ലിയർ ചെയ്യാം. അതുപോലെ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യു എക്സാം. താങ്ക് യു.